അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റടോ. സ്റ്റൈലും വീട് ചെറിയമേ. വാ. ഞാൻ ഈ മുറിയിൽ കിടന്നോളാം ചെറിയമേ. മോളിൽ ഒറ്റയ്ക്കോ? അതുകൊണ്ടെന്താ, ഐ സ്ലീപ്പ് ചെയ്യാം. നിന്റെ ഇഷ്ടം. ചെറിയമേ, ഈ മുറി എന്താ പൂട്ടിയിട്ടേക്കണേ? അതിന്റെ താക്കോല് കിട്ടിയില്ല. അതിന്റെ ഉള്ളിൽ മുഴുവനും പഴയ സാധനങ്ങൾ എന്താട്ടാ. അവിടെ കിടക്കട്ടെ എന്ന് വെച്ചു. അച്ഛാ, ഈ ചെറിയമ്മ പറയണ കേട്ടില്ലേ? ഞാൻ ഇനി തിരിച്ച് ഹോസ്റ്റലിൽ പോണ്ടാന്ന്. നീ അവിടെ ഇരിക്കും. ഈ വീട് വാങ്ങി ഇങ്ങോട്ട് മാറിയതിന് ശേഷം നമ്മളാകെ ബുദ്ധിമുട്ടില്ല മോളെ. നിന്റെ ചേട്ടൻ വിസ ക്യാൻസൽ ചെയ്ത് തിരിച്ചു വന്നു. അതിനിടയിലായി ബസ് ആക്സിഡന്റ്. മരിച്ചവരും പരിക്കേറ്റവരുമായിട്ട് കോമ്പൻസേഷൻ തന്നെ എത്ര കൊടുക്കണമെന്നൊരു തീരുമാനമായിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളെ രണ്ടാളെയും ചേർത്ത് പഠിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. രമേശിന് ഇപ്പം നല്ല പ്രാക്ടീസ് ഉണ്ട്. അവൻ്റെ അമ്മ കല്യാണത്തിന് ധൃതി കൂട്ടും. രമേശ് ചേട്ടന് പ്രാക്ടീസ് ഉണ്ടെന്ന് വെച്ച് ഞാൻ പഠിത്തം നിർത്തണോ? നീ ഇനി പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഡിഗ്രി എടുത്താലും അവന്റെ ഭാര്യയായിട്ട് കഴിയാനുള്ളതല്ലേ. അങ്ങനെ ഒരു ഭാര്യയായിട്ട് കഴിയാൻ എന്നെ കിട്ടില്ല. കല്യാണം വേഗം നടത്താനുള്ള അടവാച്ചാ. ഇവന്റെ രണ്ട് ചെവിയും പോയോ? ദാടാ സൂക്ഷിക്കണം. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഭീകരമായിട്ട്. രശ്മി ഇവിടെ മോളിലാ, പിണക്കത്തിലാ. ഹലോ, എന്താ ഇരുട്ടില്? ഇതെന്താണെന്ന് കണ്ടോ? ഹൗസ് ഇറ്റ്? രമേശ് ചേട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒന്നോ? ഫയർ. എന്റെ പഠിത്തം കഴിഞ്ഞിട്ട് പോരെ കല്യാണം? ഹാവൂ, ഇത്രയല്ലേ ഉള്ളൂ. സമ്മതിച്ചു. ഞാൻ കളി പറഞ്ഞതല്ല. എനിക്ക് പഠിക്കണം. ഡിഗ്രി കഴിഞ്ഞ് ജേർണലിസം ഡിപ്ലോമയ്ക്ക് പോകണം. അത്രയല്ലേ ഉള്ളൂ. മോക്ക് സൗകര്യമുള്ളപ്പം മതി കല്യാണം. ഉറപ്പാണോ? ഉറപ്പ്. ഇനിയെങ്കിലും ഒന്ന് ചിരിക്കേ.
ഒന്ന് സമാധാനമായിട്ട് പ്രേമിക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാലേ. അപ്പൂപ്പ, അപ്പൂപ്പ, അന്ന് കാറിടിച്ചിട്ട് എന്തെങ്കിലും പറ്റിയോ? ഏയ്, ഒന്നും പറ്റിയില്ലേ. സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അല്ലേ? എന്ത് സാധനങ്ങള്? എന്റെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനന്ന് കാറിലുണ്ടായിരുന്നു. എനിക്ക് വലിയ വിഷമായി. അപ്പൂപ്പൻ എന്തെങ്കിലും പറ്റിയോന്ന്? ഒന്നും പറ്റില്ല മോളെ. വരട്ടെ. അപ്പൂപ്പൻ എന്താ ഇവിടെ ഇരിക്കണേ? ഈ പീടിയിലേക്ക് കുറെ കൊട്ട കൊണ്ട കൊടുത്തതാ. അവര് വല്ലതും തരും, അതിന് കാത്തിരിക്ക. അപ്പൂപ്പൻ എന്താ ക്ഷീണിച്ചിരിക്കണേ? വെയ്യേ, തീരെ വെയ്യ. അവര് പൈസ തന്നില്ലേ? കൊറേ പോർക്കുമ്പോ തരും. ഈ കൊട്ടയ്ക്ക് എന്താ വില? അത് 25 രൂപ. 25 രൂപയോ? അപ്പൊ ഇത് ഉണ്ടാക്കി തന്ന ആൾക്ക് എന്താ കൊടുക്ക? കിട്ടണ കാശൊക്കെ അവനോട് കൊടുക്കാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ കച്ചവടം ചെയ്യണേ? എന്താ കൊടുക്കണമെന്ന് വെച്ചാ അതങ്ങോട്ട് കൊടുത്തൂടെ? ആ പാവത്തിനെ വെയിലത്തിരുത്തണോ? എടാ മാടേ, നിനക്കിപ്പോ തീരെ സമയമല്ലാണ്ടായില്ലേ? അപ്പൂപ്പൻ വന്നേ. മോളെന്താ ഒന്നും കഴിക്കാത്ത? എനിക്ക് വിശക്കണില്ല. എനിക്ക് വിഷന്ന് വയറ് കാണണേ. അപ്പൂപ്പൻ കഴിച്ചോളൂ. അപ്പൂപ്പൻ എന്താ ആലോചിക്കണേ? ഓർമ്മ വെച്ചപ്പോ തൊട്ട് എല്ലാരും എന്നെ മാടേ എന്നാ വിളിക്കണേ. മാടേ, ഡാ മാടേ, മാടേ പൂ. അപ്പൂപ്പ, കൊല്ലം കുറെ ആയി ഞാൻ ദിക്കിലെത്തിയിട്ടേ. വെടുപ്പായിട്ട് ഓർമ്മയില്ല. ഞാനന്ന് കിഴക്കൊരു മാപ്പിളാരെ വീട്ടിൽ നിൽക്കായിരുന്നു. ഒറ്റോരോ ഉടയോരോ ആരും ഉണ്ടായിരുന്നില്ല. ആ മാപ്പിളാര് വെളിവില്ലാണ്ട് മോന്തായിരുന്നേ. മോന്തല് നിർത്താൻ മൂപ്പര മാപ്പിളച്ചാരിക്ക്
ആരോ കുറുങ്കാവശ്യം പറഞ്ഞു കൊടുത്തു. നീർനായയുടെ കാട്ടത്തിലെ മീൻ കണ്ണെടുത്ത് അരച്ച് കുടുക്കയുടെ പുറത്ത് പെരട്ട, എന്നിട്ട് ആ കുടുക്കല് കള്ളൊഴിച്ചു കൊടുക്ക. അതെങ്ങാനും കുടിച്ചാല് ജമ്മത്തില് കള്ള് പോന്നില്ല. നീർനായയുടെ കാട്ടവും തേടി കിഴക്കുന്ന് പുറപ്പെട്ടെത്തിയതാ ഇവിടെ. ഈ ദിക്കിലെ നാഥൻ ചീമത്തമ്പുരാൻ ആദ്യമായിട്ട് കാണുന്നതും അപ്പളാ. നീ ഏതാടാ? കിഴക്കുന്നാണേ. എന്താ ഇവിടെ തിരിച്ചു വിളിക്കണേ? ഞാൻ നീർനായുടെ നീർനായുടെ ആരാ നീ? കാട്ടം. നീർനായുടെ കാട്ടോ? എന്താ നിനക്ക് വേണ്ടേ? നീർനായുടെ കാട്ടം. എന്തിനാണ്ടത്? കുടി നിർത്താൻ. നീ കുടിക്കോ? ല്ല, പോലാളിക്കണേ. കേക്കട്ടെ. നീർനായയുടെ കാട്ടം തേച്ച കുടുക്കയില് കള്ളു കുടിച്ചാല് പിന്നെ ജമ്മത്തിൽ മോന്തില്ല. ഈ മരുന്ന് കുറച്ചെടുത്ത് ഇംഗ്ലണ്ടിലേക്ക് അയക്കാം. നിനക്കിപ്പോ ഈ മരുന്നും കൊണ്ട് കിഴക്കോട്ടും പടിഞ്ഞാട്ടും പോണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നു. പാടത്ത് പണിയുണ്ടാവും, പിന്നെ അൽറ ചില്ലറ പണി വേറെയും. എന്തേ? ഇവിടുത്തെ തോടുകളും ആമ്പലും കായൽ വെള്ളവും എനിക്ക് വല്ലാണ്ട് ഇഷ്ടായി. എല്ലാറ്റിലും ഏറെ ചീമത്തമ്പുരാനെ. എന്താണ്ടാ മാടെ, ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടായോ? കൂട്ടാനൊക്കെ വശാക്കിയോ? ഓ, നീ വാ. നിന്റെ കിടപ്പൊക്കെ എങ്ങനെയുണ്ട്? സുഖാണേ.
മാടേ നാളെ കാലത്ത് തന്നെ അങ്ങാടി പോണം. ചാരവശാൽ ലഗ്നാൽ 8-ൽ ശനി, അഷ്ടമശനി, മാനഹാനിയും ദ്രവ്യനഷ്ടവും ഫലം. ഇക്കാലത്ത് മരണം വരെ സംഭവിക്കാമെന്നാണ് കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല. സർവപ്രണാശോ വിപതോ ഭവാദോ ഹേതുപ്രദേശോ മരണസ്യ ദാസ മഠാധികം വേസ്മ ഗതാശ വിഘ്ന ഗതാശ വിഘ്ന. ആരാത്? മാടയോ? എന്റെ മാടേ, നിന്നെ ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയോ? ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരേ ദേശക്കാരല്ലേ. ഓരോ വിധി. അന്യനാട്ടിൽ വന്ന് ഇങ്ങനെ കഷ്ടപ്പെടുക. പണി എന്തെങ്കിലും ഉണ്ടോ? പണിയൊക്കെ ഉണ്ട് കമ്മമ്പറങ്ങളെ. അന്യനാട്ടിൽ എന്ത് പണി കിട്ടിയിട്ടെന്താ? എന്തെങ്കിലും കഴിക്കാനൊക്കെ കിട്ടുന്നുണ്ടോ? കഷ്ടം. അന്യനാട്ടില് മര്യാദക്ക് തല ചായ്ക്കാൻ പോലും ഒരു സ്ഥലം ഉണ്ടാവില്ല അല്ലേ? അല്ല കമ്മമ്പറങ്ങളെ, പണിയുണ്ട്, കഴിക്കാനുണ്ട്, കിടക്കാൻ സ്ഥലവും ഉണ്ടേ. എന്റെ മാടേ, നാട്ടിലൊരു രക്ഷയില്ലാണ്ട് പോന്നതാ. ഈ പഞ്ചാംഗം ഒന്നും ചെലവാണില്ല. എന്തേലും കഴിക്കുകയെ ഒന്ന് തല ചായ്ക്കുക ചേട്ട് 2 ദിവസമായി മാടേ. അന്യനാട്ടിൽ എന്തുണ്ടായിട്ടെന്താ? അവനവന്റെ നാടുമാരി വരുവോ?